ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ മിനി വ്ളോഗാണ്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, മഞ്ചേരിയിൽ പോയോണ്ട് നിൽക്കുകയാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒറ്റക്കാട്. അപ്പോൾ ഞാൻ ചടച്ചപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഒരു സാധനം പറയാൻ കരുതി. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ കരുതിയാൽ തുടങ്ങണം. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവം ഇങ്ങനെ തുടങ്ങാൻ കരുതിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത പരിപാടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആകും. അതായത് ഈ കണ്ടന്റ് ക്രിയേഷൻ പോലെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. മൈക്ക് വാങ്ങുക, പിന്നെ കുറച്ച് ആൾക്കാർ ചെക്കന്മാരുണ്ടെങ്കിൽ സുഖമായി അങ്ങോട്ടൊക്കെ പോകാനോ എന്തെങ്കിലും കണ്ടന്റ് എടുക്കാനൊക്കെ അങ്ങനെ സുഖമായി പോവാം. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സാലിമിക്ക എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ മറ്റേ നിഹാൽഖാനെ കണ്ടിട്ടാണ് സാലിമിക്കാനെ കിട്ടത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഉറപ്പൊന്നുമില്ല ശരിയാവുമെന്ന്. തുടങ്ങിയെന്ന് വെച്ചാൽ തുടങ്ങുക പിന്നെ അങ്ങനെ പോയിക്കോളും. ഇപ്പോൾ എൻ്റെ വേറെ പേജുണ്ട്, എൻ്റെ മുഹമ്മദ് സാലിം പി എന്ന പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ എഡ്യൂക്കേഷൻ പർപ്പസായ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പുറമെ കുറച്ച് എ ടൂൾസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങുകയെന്ന് കരുതി കഴിഞ്ഞാൽ തുടങ്ങിക്കോളി. ഇപ്പം എൻ്റെ മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേജ് ആണെങ്കിൽ എനിക്ക് ആകെ 30 ഫോളോവേഴ്സാണ്. ഇത്രയും കാര്യം ഞാൻ ഇപ്പോൾ 21 ദിവസം ഉണ്ട് ഇന്ന് വീഡിയോ വരും മഞ്ഞക്കുപ്പായ തന്നെ. അപ്പോൾ അത് ശരിവെടുത്തിട്ടാണ് ആ ടൈം ആകുമ്പോൾ പോയിക്കോളും. അങ്ങനെ പോണ്. 21 ദിവസമാണ്. ഒരു ദിവസം ഞാൻ മിസ്സായത് പെരുന്നാളിൻ്റെ അന്ന്, അതായത് വെള്ളിയാഴ്ചയുള്ള പെരുന്നാളുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രി കൊണ്ട് ട്രിപ്പ് പോയി. ശനിയാഴ്ച അവിടെ നിന്നു. ശനിയാഴ്ചയിലെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഞായറാഴ്ചയിലെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ കഴിഞ്ഞില്ല. അതായത് അതിൻ്റെ സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ അവിടെ ഒരു വീഡിയോ എനിക്ക് ഒരു ദിവസം മാത്രം ഭയങ്കര മിസ്സായി. ഭയങ്കര ഇടങ്ങേറായിരുന്നു. ആ ടൈമിലാണ് പോവായിട്ട് എന്തോ പോലെ. പിറ്റേ ദിവസം വന്ന് ഉറക്കൊന്നും ശരിയല്ല. രാവിലെ എങ്ങാണ്ട് ഒരു നേരത്താണ് എത്തിയത്. അപ്പോൾ വന്നിട്ട് എന്ത് ചെയ്ത് ഈ സാധനം വേഗം പോയി ഷൂട്ട് ചെയ്ത്. എന്നെ ഷൂട്ട് ചെയ്തൊന്നും കഴിയണില്ല. എന്തോ ഒരു ഇടങ്ങേറുമാരി ഇതിങ്ങനെ കൊണ്ടുപോയി പോകണം. ഇപ്പം ഞാൻ 2 ദിവസം ലീവാണെങ്കിലും 2 ദിവസത്തെ വീഡിയോ ഞാൻ കുപ്പായ കണ്ടിട്ട് മാറ്റുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ട് ഞാൻ ചെറുത് ഞാൻ പോകും. എനിക്ക് ടൈമിന് സാധനം പോകണം, അല്ലെങ്കിൽ വിഷയം അടക്കും. അപ്പോൾ അതേപോലെ ഞാൻ ഇപ്പോൾ സാലിമിക്ക എന്ന പേജിൽ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ഈ വീഡിയോ കാണുന്ന ഈ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. സെയിം ഈ സാലിമിക്ക തന്നെ തന്നെയാണ് അതിലുള്ളത്. ആ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഇന്നേക്ക് 7 വീഡിയോസ് ഇട്ടു. ചെയ്യണം 7 വീഡിയോസ്. അത് ഫസ്റ്റത്തെ ഒന്ന് ഡെയിലി വ്ളോഗായിട്ട് ഞാൻ തുടങ്ങാൻ ചെയ്തിരുന്നത്. ബട്ട് ചില ടൈമിൽ എനിക്ക് ഡെയിലി വ്ളോഗിൽ തന്നെ കണ്ടന്റ് കിട്ടുന്നില്ല. കണ്ടന്റ് കിട്ടാൻ മീൻസ് എനിക്ക് ഓഫീസ് വർക്കും അതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ലാഗാണ്, അത് വേറെ. അതായത് അങ്ങനെയൊക്കെ പോണ്. പിന്നെ എങ്ങോട്ടേ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ പിടിച്ചിറക്കും. ഇങ്ങനെ നടക്കും. ചെക്കന്മാരെ പോലെ പോണ്, വ്ളോഗറാണ് പോണ്. കളിയാക്കലൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ കേട്ട് ശരിയായിക്കോളും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യണങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, തരുന്നങ്ങനെ തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞവർക്ക് അതങ്ങനെ പോയിക്കോളും. അല്ല അപ്പോൾ എല്ലാവരും സുഖം നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യണ്ട അങ്ങനെ. അപ്പോൾ എന്തിനൊക്കെ തുടങ്ങിക്കോളും. അല്ല വെറുതെ അങ്ങനെ കാണും. ഇപ്പോൾ തുടങ്ങിയ അടുത്ത കൊല്ലത്തേക്കെങ്കിലും ഒരു 4 ആൾക്കാർ അറിയും. ഇപ്പം നാട്ടുകാരൻ്റെ പാട്ടേക്കണേ ഊക്കൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ വാങ്ങിക്കൂട്ടാന്നല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ ഒരു സംഭവം തന്നെയാണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിനെ അറിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതൊരു കോമഡി ആയിട്ട് തന്നെ തോന്നുള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, ഒരു സാമ്രാജ്യമാണ്. അതിൽ പിടിച്ചിരിക്കാൻ പറ്റിയാൽ പിന്നെ സെറ്റാണ്. പക്ഷെ പിടിച്ച് നിൽക്കണം, അതാണ് പ്രശ്നം. ഏതായാലും എന്തിനാ തുടങ്ങിക്കോ കേട്ടോ. വെറുതെ ഇങ്ങനെ പല്ലും കാട്ടി വിളിച്ചാടി നിൽക്കണ്ട. ഫോണില്ല അതില്ല പറഞ്ഞാണ്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത ഫോണാണ് ഈ ഫോൺ. റിയൽമി അല്ല, പോക്കോ ഓപ്പോ റെനോ 8T. ഈ സാധനം ഗൾഫിലുള്ളൂ, ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഒരു കേസില്ല, ഒരു നല്ല സ്ക്രീൻ കാർഡില്ല, ഇവിടെ കിട്ടാനില്ല. ഗ്ലാസ് പൊട്ടി ഗ്ലാസ്സാണ്, സ്ക്രീൻ കാർഡൊന്നല്ല. അത് മാറ്റാൻ ഇവിടെ ഇതില്ല, സർവീസ് ഇല്ല ഈ സാധനത്തിന്, ഇവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ എന്താ കിട്ടുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചേഞ്ച് ചെയ്തത്. കാരണം അത് വല്ലാണ്ട് യൂസ് ആവില്ല കഴിഞ്ഞിട്ട്. കാരണം അതിൽ വീഡിയോ എടുത്താലൊക്കെ കണക്ക് തന്നെയാണ്. ഇങ്ങനെ നിങ്ങൂല, ഹാങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ സെക്കൻഡ് യൂസ് ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോൾ ഒരു പുതിയ ഫോൺ എടുത്ത് എന്തായാലും കുറച്ച് ഇറക്കി. പിന്നെ ഇറക്കി എടുത്തിട്ട് കുറച്ചുകൂടി ഫോൺ എടുത്ത് ഒരു ഫോൺ ഉണ്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ പിന്നെ
അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് കയറ്റി വരും. അപ്പോൾ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളി. അല്ലാതെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ യുദ്ധമൊക്കെയാണ് നടക്കുന്നത്. ഗൾഫത്തെ ഏകദേശമൊക്കെ തീരുമാനമാവും ഇപ്പോഴത്തൊക്കെ. ഗൾഫത്തെ എന്താണ് അമേരിക്കൻ കമ്പനീസിനൊക്കെ മറ്റേ പോലെ അടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലതാണെന്നാവോ. അതൊക്കെ ഇല്ലതായി കഴിഞ്ഞാൽ അവിടുത്തെ മലയാളത്തിനൊക്കെ അത് ബാധിക്കും. മാ കൊടുക്കാൻ നേരെ മാ കൊടുത്തതാ. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളാണ്. അവിടെ ആക്കുന്ന യുദ്ധം നമ്മുടെ പെരയിലും നമ്മുടെ അടുക്കലൊക്കെ കാണാൻ തുടങ്ങും. ഇനി ഫസ്റ്റ് LPG ആയി. ഇനി അടുത്ത് വരാൻ പോണത് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങും. നമുക്ക് ബുദ്ധിമുട്ടായി തുടങ്ങും. അപ്പോൾ നമ്മൾ ലോക്കാവും. അപ്പോൾ പൈസ ഒക്കെ നോക്കിക്കൊണ്ടും ചിലവായിക്കെല്ലാവരും. അപ്പം എന്നാൽ ശരി, ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.